അപ്പോൾ ഷെറീന സൂപ്പർ കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിവിടെ പാലക്കാട് മുട്ടപ്പുളി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായ ശേഷം ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ഇതിലോട്ട് 1/2 സ്പൂൺ ഉലുവ ചേർത്തി കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം ഇതിലോട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകുമാണ് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതാണ് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചിട്ട് വരാം. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകി അരച്ചെടുത്തതാണ് അത് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. നമ്മൾ ഈ സമയം വരെ ഇതിലോട്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഈ കറിയെല്ലാം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് നടുവേ കീറിയതാണ് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി പതുക്കി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് ഈ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കറി ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീക്കിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.